Hi friends, good evening all of you. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ CO3-ലെ സെക്കൻഡ് റിവിഷൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് റിവിഷൻ പേപ്പർ സെയിം യൂണിറ്റിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ടോപ്പിക്സ് ആണ്? സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, ഫിക്സ്ഡ് ബീംസ് ആൻഡ് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്സ്. ഈ 3 ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെയിം ടോപ്പിക്സ് തന്നെ വരുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് കോഴ്സ് ഔട്ട്കം 3 ആൻഡ് റിവിഷൻ ടെസ്റ്റ് 2. See the part A questions. First one, define the slope and deflection of a beam. അപ്പോൾ ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്, അല്ലേ? തിയറിയിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ഈസ് ദ സ്ലോപ്പ്? ഇറ്റ്സ് എൻ ആംഗിൾ. Slope is an angle between the tangent at any point on the elastic curve and the center line of the beam is called slope. ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിൽ നിന്നും അതിൻ്റെ ടാൻജന്റ്, ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റും സെൻട്രൽ ലൈൻ ഓഫ് ദ ബീമും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി അത് ആംഗിൾ 18 ഡിഗ്രീസ് അല്ലെങ്കിൽ റേഡിയൻസിലാണ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് ഇതർ ഇൻ റേഡിയൻസ് ഓർ ഡിഗ്രീസ്. ഓക്കെ, സോ ഇറ്റ്സ് എൻ ആംഗിൾ. The angle between the tangent at any point on the elastic curve and the center line of the beam. That's slope. In deflection, it's a vertical displacement, അല്ലെങ്കിൽ transverse displacement of the neutral axis from its original position is called deflection. അപ്പോൾ ഏത് പോയിന്റിൽ നിന്നും ഒരു ബീമിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഡിഫ്ലക്ഷൻ കാണണമെങ്കിൽ ആ പോയിന്റിൽ നിന്ന് അതിന്റെ ഇലാസ്റ്റിക് കർവ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ MM-ലാണ് റെപ്രസെന്റ് ചെയ്യുക, മറ്റത് ആംഗിൾ ആണ്, ഇതർ ഇൻ ഡിഗ്രീസ് ഓർ റേഡിയൻസ്. ഡിഫ്ലക്ഷൻ MM-ലാണ് പറയുന്നത്, വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ഫ്ലക്ഷണൽ റിജിഡിറ്റി ഓഫ് എ ബീം? നമ്മളെപ്പോഴും EI എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് E ആൻഡ് I, യങ്സ് മോഡുലസ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതാണ് എന്ത്? ഫ്ലക്ഷണൽ റിജിഡിറ്റി. അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സ്ട്രക്ചർ while undergoing bending, അല്ലേ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സ്ട്രക്ചർ വൈൽ അണ്ടർഗോയിങ് ബെൻഡിങ് വരുന്ന സമയത്ത് അതിൻ്റെ എതിരെ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് EI അല്ലെങ്കിൽ ഫ്ലക്ഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അത് പ്രോഡക്റ്റ് ഓഫ് യങ്സ് മോഡുലസ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. EI ആണ് എന്ത്? ഫ്ലക്ഷണൽ റിജിഡിറ്റി. പ്രോബ്ലം തരുന്ന സമയത്ത് ഇയും ഐയും സെപ്പറേറ്റ് തരും, അതല്ലെങ്കിൽ ഇ മാത്രം തന്ന് ഐ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇയും ഐയും തന്ന് അത് എൻ്റെ പ്രോഡക്റ്റ് കാണണം, ഇ ഇൻറ്റു ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ഫിക്സ്ഡ് ബീം ആൻഡ് എ സിംപ്ലി സപ്പോർട്ട് ബീം. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഫിക്സ്ഡ് ബീം എന്നുള്ള ക്വസ്റ്റ്യൻ 1 മാർക്കിന് വന്നപ്പോൾ അതിൽ പറഞ്ഞു, when the ends of a beam is rigidly fixed, it is known as a fixed beam, whereas both ends are freely supported, it is known as a simply supported beam അല്ലെങ്കിൽ freely supported beam. രണ്ടും ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രീലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ്. മറ്റതിൽ റിജിഡ്ലി ഫിക്സ്ഡ് ആയിരിക്കും, ഫിക്സ്ഡ് ബീമിൽ. റൈറ്റ്, നെക്സ്റ്റ് പാർട്ട് എയിലുള്ള 3 ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് ബി, ക്വസ്റ്റ്യൻ നമ്പർ 4. Using area moment method, calculate the maximum slope of a cantilever beam of length 3 meter carrying a UD load of 10 kilonewton per meter over the entire length. Question clear ആണല്ലോ? It's a cantilever beam and carrying UD load. What is the length of the beam? It's given 3 meter. The rate of loading 10 kilonewton per meter. Full length ഉണ്ട്, entire lengthലാണ് load. So first find out the moment of inertia of the beam. Moment of inertia of the beam, that is also given. അതിൽ തന്നിട്ടുള്ളതാണ്, ഞാൻ ആൻസർ എന്നുള്ളതിൽ എഴുതിയല്ല, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അത് 10 raised to 8 mm raised to 4 and E is equal to 2 into 10 raised to 5 Newton per meter square. ആ ഡാറ്റയും കൂടെ ക്വസ്റ്റിന് തന്നതാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വരുന്ന എവിടെ മുതലാണ്? ഏരിയ ഓഫ് ദ ബീം ഡയഗ്രാം ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കാന്റിലിവർ ബീമിന്റെ BM ഡയഗ്രാം വരയ്ക്കുന്നതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. പോയിന്റ് ലോഡ് ആകുമ്പോൾ എങ്ങനെയാണ്, UD ലോഡ് ആകുമ്പോൾ എങ്ങനെയാണ്, UD ലോഡ് ആകുന്ന സമയത്താണ് അതിൽ
പാരാബോളിക് കർവ് വരുന്നത്. പോയിന്റ് ലോഡ് ആകുമ്പോൾ അത് എന്താണ്, ട്രയാങ്കിൾ ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതൊരു കാൻഡിലിവർ ബീമാണ് അല്ലേ, ഒരു കാൻഡിലിവർ ബീമാണ് തന്നിട്ടുള്ളത്. ആ കാൻഡിലിവർ ബീമിൽ എന്ത് ലോഡാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? ഒരു യു ഡി ലോഡാണ്. യു ഡി ലോഡിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട് അല്ലേ. റേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓവർ ദ എൻറ്റയർ ലെങ്ത്. അപ്പോൾ ഒരു കാൻഡിലിവർ ബീമില് see here a cantilever beam in which it carries a UD load over the entire length. അല്ലേ, കാൻഡിലിവർ ബീമാണ്. ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് ഗിവൺ ആസ് 3 മീറ്റർ തന്നിട്ടുണ്ട്. 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ലോഡിംഗ്. 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ ബി എം ഡയഗ്രാം, ഇതിന്റെ ഏരിയ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പോൾ ഏരിയ ബി എം അറ്റ് ദ ഫ്രീ എൻഡ് ഈസ് 0 ആൻഡ് മാക്സിമം അറ്റ് ദ ഫിക്സ്ഡ് എൻഡ്. അതാണ് അവിടെ എഴുതിയത്. അപ്പോൾ ട്രയാങ്കിൾ ആണല്ലോ. ഹാഫ് ഇൻറ്റു 30. എന്താണ് 30? 10 ഇൻറ്റു 3 അല്ലേ. ഈ 10 ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ലോഡ് കിട്ടുന്നത്, അതാണ് ഇവിടുത്തെ ബി എം. അപ്പോൾ ഈ ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് ട്രയാങ്കിളില് വരയ്ക്കുന്ന സമയത്ത് മാക്സിമം ബി എം ആണെന്ത്? മാക്സിമം ബി എം ആണ് 30. മാക്സിമം ബി എം 30. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഇൻറ്റു, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇതേപോലെ ട്രയാങ്കിൾ അല്ലേ കിട്ടുന്നത് അല്ലേ, ട്രയാങ്കിൾ. ഈ വാല്യൂ ആണ് 30 അല്ലേ. അതെങ്ങനെ കിട്ടി? 10 ഇൻറ്റു 30 കിലോമീറ്റർ മീറ്റർ ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. എൻഡിൽ 0 ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഹാഫ് ഇൻറ്റു 30 ഇൻറ്റു ഈ ലെങ്ത് 3 മീറ്റർ ആണ്. ഹാഫ് ഇൻറ്റു 30 ഇൻറ്റു 3 45 കിലോ ന്യൂട്ടൺ എം സ്ക്വയർ. ഇനി അക്കോർഡിംഗ് ടു മോഴ്സ് തിയറം നമ്പർ 1 എന്താണ് നമ്മൾ പഠിച്ചല്ലോ? മോഴ്സ് തിയറം 1 എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ബി എം ഡയഗ്രം ഡിവൈഡ് ബൈ ഇ ഐ ആണ് അല്ലെ. ഏരിയ ഓഫ് ദ ബി എം ഡയഗ്രം ഡിവൈഡഡ് ബൈ ഇ ഐ. അതാണ് എ ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു 10 റൈസ് ടു 6. നേരത്തെ അവിടെ എഴുതിയിട്ടുണ്ട്. ആ കിലോ ന്യൂട്ടൺ എം സ്ക്വയർ ആണ്. അതിനെ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ 2 ഏതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു? ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഏരിയ ഹാഫ് ബി എച്ച് എന്നുള്ള ആ ഫോർമുലയിൽ 45നെ കൺവേർട്ട് ചെയ്തു. ഡിവൈഡ് ബൈ ഇ ഐ ആണ് ഈ 2 ഇൻറ്റു 10 റൈസ് ടു 5 ഇൻറ്റു 10 റൈസ് ടു 8. ഐയുടെ വാല്യൂ 10 റൈസ് ടു 8. യങ്സ് മോഡുലസ് 2 ഇൻറ്റു 10 റൈസ് ടു 5 ഈക്വൽസ് 2.25 ഇൻറ്റു 10 റൈസ് ടു -6 റേഡിയൻസ്. ഇപ്പോൾ ഈ സ്ലോപ്പിന്റെ ആൻസർ കിട്ടുമ്പോൾ തന്നെ അറിയാം അതിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അത് മൈനസ് ഉള്ള പവറിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കിലോ ന്യൂട്ടൺ എം സ്ക്വയറിലാണ് കിട്ടുന്നത്. അപ്പൊ അതിനെ ന്യൂട്ടൺ ആക്കാൻ ഒരു 10 റൈസ് ടു 3 വേണം. മീറ്റർ സ്ക്വയറിനെ എം സ്ക്വയർ ആക്കാൻ ഒരു 10 റൈസ് ടു 6ഉം വേണം. അപ്പോ എന്താ വരിക? ഇവിടെ 10 റൈസ് ടു 6 അല്ല, ഇവിടെ എന്ത് വരും? 10 റൈസ് ടു 9 വരണം. അപ്പോഴാണ് ആൻസർ കിട്ടുന്നത്. അതായത് കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ സ്ക്വയർ ആക്കണമെങ്കിൽ 10 റൈസ് ടു 3 ഇൻറ്റു 10 റൈസ് ടു 6 ഈക്വൽ ടു 10 റൈസ് ടു 9. അപ്പോൾ 10 റൈസ് ടു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറി? കിലോമീറ്റർ മീറ്റർ സ്ക്വയർ ന്യൂട്ടൺ സ്ക്വയറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത്രയും. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ് കിട്ടുന്നത്? സ്ലോപ്പിന്റെ യൂണിറ്റ് റേഡിയൻസ് ആണ്. ഇതിന്റെ യൂണിറ്റ് റേഡിയൻസ് ആണ് സ്ലോപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്ലോപ്പ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മോഴ്സ് തിയറം നമ്പർ 1 മാത്രമാണ് അപ്ലൈ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. റൈറ്റ് ഡൗൺ ദ ടോർഷൻ ഫോർമുല ആൻഡ് ഡിസ്ക്രൈബ് ഈച്ച് പാരാമീറ്റർ. നേരത്തെ നമ്മൾ ടോർഷൻ ഫോർമുല പാർട്ട് എയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതി. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു എഫ് എസ് ബൈ ആർ അല്ലെങ്കിൽ സിഗ്മ ബൈ ആർ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ. ഓരോന്ന് എന്താണെന്ന് എഴുതണം. ടി ഇസ് ഈക്വൽ ടു ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെന്റ്. ജെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ? വാട്ട് ഈസ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ? എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ജെ ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ്
ഐ വൈ വൈ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. ഐ എക്സ് എസ് പ്ലസ് ഐ വൈ വൈ അല്ലേ? അത് റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിലാണെങ്കിൽ എന്താണ്? ബി ഡി ക്യൂഡ് ബൈ 12 പ്ലസ് ഡി ബി ക്യൂഡ് ബൈ 12. സർക്കുലർ ആണെങ്കിൽ രണ്ടും സെയിം ആണ്. പൈ ബൈ 64 ഡി റൈസ് ടു 4 പ്ലസ് പൈ ബൈ 64 ഡി റൈസ് ടു 4. അപ്പൊ ഈ ടോർഷന്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നത് സർക്കുലർ അല്ലെങ്കിൽ ഹോളോ സർക്കുലർ ആയിരിക്കും. അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ട മൊമെന്റ് ഓഫ് ഇനർഷ്യ എപ്പോഴും പൈ ബൈ 64 ഡി റൈസ് ടു 4 എന്നുള്ളതായിരിക്കും സർക്കുലർ ആണെങ്കിൽ. ഹോളോ സർക്കുലർ ആണെങ്കിൽ പൈ ബൈ 64 ഡി റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി റൈസ് ടു 4 ആയിരിക്കും. ഓക്കെ. പിന്നെ എഫ് എസ് അല്ലെങ്കിൽ സിഗ്മ ഷിയർ സ്ട്രെസ് ആണ്. ആർ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ജി ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ എം എം ആണെന്ന് പറയാം കേട്ടോ. ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ യൂണിറ്റ് പിന്നെ ഡിഗ്രിയിൽ പറയും അല്ലെങ്കിൽ റേഡിയനിൽ പറയാം. ട്വിസ്റ്റ് ഇൻ റേഡിയൻ. ഇപ്പോൾ ഡിഗ്രിയിൽ തന്നിട്ട് പ്രോബ്ലത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, നിങ്ങൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് ആണ് എൽ. അത്രയേ ഉള്ളൂ അത്. അപ്പോൾ അത്രയും പിന്നെ ഇത് എഴുതിയിട്ട് അത്രയും വാല്യൂസ് മാത്രം അതിൽ പിന്നെ എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഓരോ പാരാമീറ്ററും ഇതിൽ തന്നിട്ടുള്ള ഓരോ പാരാമീറ്റർ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഈ എല്ലാ പാരാമീറ്റേഴ്സും ഇതിൽ വരച്ചിട്ട് ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് ഓരോന്ന് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്താൽ മതി. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6? കമ്പയർ ദ ബി എം ഡയഗ്രാം ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം and a fixed beam having the same length. അപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമിന്റെയും ഒരു ഫിക്സ്ഡ് ബീമിന്റെയും BMD കമ്പയർ ചെയ്യാനാണ്. സ്പാൻ സെയിം ആണ് അല്ലെങ്കിൽ ലെങ്ത് സെയിം ആണ്. ബോത്ത് ഹാവ് എ UD ലോഡ് ഓഫ് W പെർ യൂണിറ്റ് ലെങ്ത് ത്രൂ ഔട്ട് ദ സ്പാൻ. മൊത്തം സ്പാനിൽ പിന്നെ UD ലോഡ് ഉണ്ട്. വിച്ച് ബീം എക്സ്പീരിയൻസ് മാക്സിമം BM. അപ്പൊ ഏത് ബീമിലാണ് മാക്സിമം BM വരുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ആദ്യം മാക്സിമം BM ഓഫ് SS ബീം ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓഫ് SS ബീം? WL/2 into L/2 minus W into L/2 into L/4 അല്ലെ? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് UD ലോഡ് വരികയാണെങ്കിൽ അവിടെയുള്ള മാക്സിമം BM നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? എവിടെയാണ് മാക്സിമം BM വരുന്നത്? അതിന്റെ മാക്സിമത്തിന്റെ വാല്യൂ നമുക്ക് അറിയാം ബൈ ഹാർട്ടായിട്ട്. അത് WL²/8 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഇങ്ങനെ കാണാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് WL²/8 അല്ലെ? സെൻട്രലാണ് മാക്സിമം BM. അപ്പൊ സെൻട്രലിലേക്ക് മൊമെന്റ് എടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. റിയാക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ SFN BM ഡയഗ്രാം വരച്ചപ്പോൾ പഠിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വീണ്ടും പോകുന്ന ഒരു സിംപ്ലി സപ്പോർട്ട് ബീമില് UD ലോഡ് വരികയാണെങ്കിൽ UD ലോഡ് വരുന്ന കേസിൽ ഇവിടെ നോക്കുക. ഇങ്ങനെ UD ലോഡ് ആണെങ്കിൽ ഫുൾ ലെങ്തില് UD ലോഡ്, രണ്ടെൻഡിലും സപ്പോർട്ട് അല്ലെ? രണ്ടെൻഡിലും സപ്പോർട്ട് വരുന്ന കേസിൽ ഇവിടുത്തെ BM ഡയഗ്രാം വരുന്നത് എങ്ങനെയാണ്? പാരാബോളിക് കർവാണ്. സെൻട്രലാണ് മാക്സിമം BM. ഈ മാക്സിമം BM WL²/8 ആണ്. അതെങ്ങനെ കിട്ടി? WL/2 ഒരു മൊമെന്റ് എടുത്തതാണ്. അതാണ് WL/2 into L/2 മൈനസ് ക്ലോക്ക് വൈസ് മൊമെന്റ് W into L/2 into അതിന്റെ പകുതി ഡിസ്റ്റൻസ് L/4. അങ്ങനെയാണ് ഈ WL²/8 കിട്ടിയത്. അപ്പോൾ അത് സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസ്. ഫിക്സ്ഡ് ബീം ആണെങ്കിലോ? ഫിക്സ്ഡ് ബീമിന്റെ കേസിൽ എന്താണ്? MA into L is equal to 2/3 into WL²/8 into L. അതാണ് അവിടെ വരുന്ന മൊമെന്റ്. അപ്പോൾ അവിടെ ഫിക്സ്ഡ് മൊമെന്റ് ആണ്. MA is equal to WL²/12 ആണ് വരിക. അപ്പൊ ഫിക്സ്ഡ് ബീമിന്റെ കേസിൽ മാക്സിമം BM വരുന്നത് WL²/12ഉം സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ WL²/8 ആണ്. ഓക്കെ. WL²/12 ആണ് ഏതിന്റെ കേസിൽ കിട്ടുന്നത്? ഫിക്സ്ഡ് ബീം, രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിട്ടുള്ള കേസ് ഇത് അല്ലെ? ഈ കേസിൽ കിട്ടുന്നത് ഇതിന്റെ സപ്പോർട്ട് BM ഡയഗ്രാം എന്താണ്? ഇത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ MAയും MBയും ഈക്വൽ ആണ്. അതാണ് ഈ വാല്യൂ WL²/8 12 എന്ന് എഴുതിയിട്ടുള്ളത്. മറ്റേ WL²/8. അപ്പൊ ഇതിലാണ് മാക്സിമം BM വരിക. ഒന്ന് WL²/8ഉം മറ്റേ WL²/12. അപ്പോ
എന്താണ് കൺക്ലൂഷൻ? നമ്മുടെ കൺക്ലൂഷൻ എന്ത് പറയാം? ഡബ്ല്യു മാക്സിമം ബി എം ഓഫ് എ ഫിക്സ്ഡ് ബീം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇസ് ഈക്വൽ ടു ബി എം ഓഫ് ദ ഫ്രീ ബി എം ഡയഗ്രാം മൈനസ് ബി എം ഓഫ് ദി സപ്പോർട്ട് ബി എം ഡയഗ്രാം. എസ് ബി എം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ബി എം ഡയഗ്രാം. അതായത് നമ്മൾ ഡിഫറൻസ് കാണാം. W L squared by 8 minus W L squared by 12 equals W L squared by 24. W L squared by 24 ആണ് എന്ത് കിട്ടുന്നത്? അത് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സിംപ്ലി സപ്പോർട്ട് ബീം എക്സ്പീരിയൻസസ് മാക്സിമം ബി എം. ഏതാണ് ഇവിടെ കൂടുതൽ? W L squared by 12 W L squared by 8 W L squared by 8. ഇപ്പോൾ മാക്സിമം ബി എം അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ഫിക്സ്ഡ് ബീമിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ നമ്മൾ എന്താ എഴുതിയത്? ദ ബി എം വിൽ ബി ലെസ് കമ്പയർഡ് ടു എ ഫിക്സ്ഡ് ബീം ഫോർ ദ സെയിം ലോഡിംഗ് ആൻഡ് സ്പാൻ. ഒരേ ലോഡിങ്ങിനും ഒരേ സ്പാനും ആണെങ്കിൽ ഫിക്സ്ഡ് ബീമിൽ സിംപ്ലി സപ്പോർട്ട് ബീം ഉണ്ടാകുന്നതിനേക്കാളും കുറഞ്ഞ ബീമേ ഉണ്ടാകുള്ളൂ, അതേപോലെ കുറഞ്ഞ ഡിഫ്ലക്ഷനും ആയിരിക്കും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ അതുകൂടെ പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കമ്പയറിംഗ് ദ ബി എം ഡി ഓഫ് a simply support beam and a fixed beam. Okay. Next. 7th question. A fixed beam of span 4 meter carries a UD load of 25 kilonewton per meter over the entire length. Draw the SF and BM diagrams and indicate the values. അപ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് ബീമിന്റെ SF ഉം BM ഡയഗ്രാം വരക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? അവിടെ SF and BM ഡയഗ്രാം വരക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നോക്കാം. അതിന്റെ സ്പാന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്പാൻ എത്രയാണ്? 4 മീറ്റർ. പിന്നെ ലോഡ് 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, രണ്ടും തന്നിട്ടുണ്ട് അല്ലേ? സ്പാൻ. പിന്നെ ഫോർ സിംപ്ലി സപ്പോർട്ട് കണ്ടീഷൻസ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ബീമിന്റെ SF and BM ഡയഗ്രാം നിങ്ങൾക്കറിയാം. ഒരു ഫിക്സ്ഡ് ബീമിന്റെ SF and BM ഡയഗ്രാം വരക്കുന്നത് എങ്ങനെയാണ്? അതിൽ 2 BM ഡയഗ്രാം വരണം. ഫ്രീ BM ഡയഗ്രാമും അതേപോലെ തന്നെ സപ്പോർട്ട് BM ഡയഗ്രാം. ഈ 2 BM കൂടി വരച്ചിട്ട് അതിന്റെ നെറ്റ് ഇഫക്റ്റ് ആണ് നമ്മൾ ഡയഗ്രാമാണ് എന്തായിട്ട് എടുക്കുന്നത്? അതിന്റെ BM ഡയഗ്രാം ഓഫ് ദ ഫിക്സ്ഡ് ബീമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം ഇവിടെ നോക്കാം. ഇതാണ് ഫിക്സ്ഡ് ബീം. ഒരു ഫിക്സ്ഡ് ബീം വരക്കുന്നു. അതിന്റെ സ്പാനും ലോഡും തന്നിട്ടുണ്ട്. UD ലോഡാണ്. സ്പാന് L ആണ്. ഈ റേറ്റ് ഓഫ് ലോഡിങ് തന്നിട്ടുണ്ട്. അത് 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അല്ലെ? 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 25. ഓക്കെ. അപ്പൊ ഇതില് എന്താ വേണ്ടത്? രണ്ടെൻഡും നമ്മൾ ആദ്യം എന്ത് ഡയഗ്രാം വരക്കണം? ഒരു ഫ്രീ BM വരക്കാം, അല്ലെങ്കിൽ പിന്നെ സപ്പോർട്ട് BM. 2 ഡയഗ്രാം. ഫ്രീ BM സപ്പോർട്ട് BM ഡയഗ്രാം എന്താണ്? ഒരു റെക്ടാങ്കിൾ ആണ്. അത് MAയും MBയും ആണ് അല്ലെ? അറിയാലോ, MA ആൻഡ് MB ആണ്, രണ്ടും സെയിം ആണ്. ഫ്രീ BM ഡയഗ്രാം എന്താണ്? ഫ്രീ BM ഡയഗ്രാം സിംപ്ലി സപ്പോർട്ട് BM ഡയഗ്രാം തന്നെ. അതൊരു പാരാബോളിക് കർവ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ W L squared by 8 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. W L squared by 8 ആണ് ഇവിടുത്തെ മാക്സിമം BM. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻസ് മാക്സിമം BM ഈസ് ഈക്വൽ W L squared by 8 ഈക്വൽസ് 25 into 4 squared by 8 ഈക്വൽസ് 50 കിലോ ന്യൂട്ടൺ മീറ്റർ. പിന്നെ അപ്പൊ അത് ഒരു ഫിക്സ്ഡ് ബീമിൻ സിംപ്ലി സപ്പോർട്ട് ബീമുള്ള കണ്ടീഷനുള്ള BM. ഇനി ഫിക്സ്ഡ് ബീം ആയിട്ടുള്ള കണ്ടീഷനിൽ എന്താണ് വരുന്നത്? രണ്ടും സെയിം ആണ്. ഞാൻ പറഞ്ഞില്ല, റെക്ടാങ്കിള് MAയും MBയും എന്താണ്? രണ്ടും സെയിം ആണ്. MA ആൻഡ് MB റെക്ടാങ്കിൾ. അതൊരു റെക്ടാങ്കിൾ ആണ്. ഈ രണ്ട് എൻഡിലും ഇത് MA, ഇത് ഇവിടുത്തത് MB. ഇത് രണ്ടും സെയിം ആണ്. അതുകൊണ്ടാണ് MA = MB. അതിന്റെ വാല്യൂ എന്താണ്? W L squared by 12. W L squared by 12. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് കാണുക. അപ്പൊ മാക്സിമം പോസിറ്റീവ് എന്താണ്? അതിൽ നിന്ന് മൈനസ് ചെയ്യാം. 50 മൈനസ് 33.33. അത് മാക്സിമം പോസിറ്റീവ് BM കിട്ടുന്നു. മാക്സിമം നെഗറ്റീവ് BM സബ്ട്രാക്ട് ചെയ്യുന്നു. നെഗറ്റീവ് BM എന്ന് പറഞ്ഞാൽ 33.33 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ. W L squared by 12. അപ്പൊ ഇതിന്റെ
നെറ്റ് ഇഫക്റ്റ് ഒരേ ബേസ് ലൈനിൽ നമ്മൾ രണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഡയഗ്രാം ഇങ്ങനെയാണല്ലോ വരിക അല്ലേ? ഇത് W(L²/8) അല്ലേ? ഇത് MA or MB. അത് നമുക്ക് കിട്ടിയത് എത്രയാണ്? MA or MB 33.33 ഇത് കിട്ടി, ഇത് 15 കിട്ടി. അപ്പൊ 50യിൽ നിന്ന് 33.33 മൈനസ് ചെയ്ത് 16.67 ആണ് ഈ വാല്യൂ ഉണ്ടാവുക. ഈ വാല്യൂ മാത്രം ഉണ്ടാവുക 16.67 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇതാണ് BM ഡയഗ്രാം. ഇതിന്റെ കമ്പൈൻഡ് BM ഡയഗ്രാം ആണ് ഇത് രണ്ടും കൂടെ. ഫ്രീ BM സപ്പോർട്ട് BM ഡയഗ്രാം കൂടെ ഒന്നിച്ച് വരയ്ക്കുന്നതാണ് അതിന്റെ ആക്ച്വൽ BM ഡയഗ്രാം. പിന്നെ റിയാക്ഷൻസ് കാണാൻ എന്താണ് നമ്മൾ രണ്ടും ചോദിച്ചിട്ടുണ്ട്, SF ആൻഡ് BM. SF കാണണമെങ്കിൽ റിയാക്ഷൻസ് കാണുന്ന രണ്ടും സെയിം ആണ്. RA = RP. സിമെട്രിക്കൽ ലോഡിംഗ് ആണല്ലോ. 25x4 ആണ് ടോട്ടൽ ലോഡ് ബൈ 2 50 കിലോ ന്യൂട്ടൺ ആണ് RAയും RP. അത്രയേ ഉള്ളൂ. അപ്പൊ RAയും RBയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് SF ഡയഗ്രാം വരക്കാൻ നിങ്ങൾക്കറിയാം. എന്താണ് SF ഡയഗ്രാം വരക്കുന്നത്? ഇത് വരച്ചു അല്ലേ? രണ്ടും 50 കിലോ ന്യൂട്ടൺ ആണ്. 50 കിലോ ന്യൂട്ടൺ, താഴേക്കും 50 കിലോ അല്ലേ? ഇതാണ് ഇതിന്റെ SF ഡയഗ്രാം. റൈറ്റ്, ഇതാണ്. അപ്പൊ BM ഡയഗ്രാം, SF ഡയഗ്രാം വരച്ച് വാല്യൂസ് മാർക്ക് ചെയ്യാം. ഇവിടെ ഇത് 50 കിലോ ന്യൂട്ടൺ ആണ്, ഇതും ഇവിടുത്തെ വാല്യൂ 50 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ 7 മാർക്കിന്റെ ഫിക്സ്ഡ് ബീമിന്റെ SF ആൻഡ് BM ഡയഗ്രാംസ് കംപ്ലീറ്റ് ആയി. ഓക്കെ. And the last question, number 8. Find the power transmitted by a circular shaft of 50 mm diameter at 120 rpm. The maximum stress in the shaft is not to exceed 60 Newton/mm². പവർ കാണാനാണ്. നേരത്തെ പവർ തന്നിരുന്നു, എന്നിട്ട് ഡയമീറ്റർ കാണാനായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചത്, കഴിഞ്ഞ റിവിഷൻ പേപ്പറിൽ. ഇവിടെ പവർ കാണാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ്. ഇപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഗിവൺ അല്ലേ? Diameter of the shaft is given as 50 mm, revolutions per minute speed 120 rpm, stress 60 Newton/mm². പവർ ട്രാൻസ്മിറ്ററിന്റെ ഇക്വേഷൻ അറിയാം, 2π/NT/60 വാട്ട്സ് ആണ്. അപ്പൊ അവിടെ 2π/NT/60 into 1000 കിലോവാട്ട്. ഓക്കെ. T എന്താണ്? T ടോർക്ക് ആണ്. ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ. അപ്പോ ആ Nന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ N120 തന്നിട്ടുണ്ടല്ലോ. പിന്നെ സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ കേസിൽ എത്രയാണ്? ടിയുടെ ഇക്വേഷൻ എന്താണ്? π/16 into സിഗ്മ അല്ലെങ്കിൽ FS d³ ആണ്. T = π/16. എന്താ സ്ട്രെസ്സിന്റെ നൊട്ടേഷൻ? സിഗ്മയാണെങ്കിൽ സിഗ്മ ഇൻറ്റു d³. അതല്ല FS ആണ് നിങ്ങൾ എടുത്ത നൊട്ടേഷൻ എങ്കിൽ FS നമ്മുടെ എഴുതാം കേട്ടോ. ഞാനിവിടെ സിഗ്മയാണ് എഴുതിയിട്ടുള്ളത്, d³. അപ്പോൾ π/16 into സിഗ്മ 60 തന്നിട്ടുണ്ട്, ഡയമീറ്റർ 50 തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷന്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1472.62 into 10⁻³ ന്യൂട്ടൺ mm വരും. അതിനെ മീറ്റർ ആക്കിയതാണ് 1472.62 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ 10⁻³ കളഞ്ഞാൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീറ്റർ ആവുമല്ലോ, മില്ലിമീറ്ററിന്. അപ്പോൾ 1472.62 ന്യൂട്ടൺ മീറ്റർ. T കിട്ടി. Therefore P is equal to 2π/NT/60. നേരത്തെ എഴുതി വെച്ച ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 18.51 കിലോ ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ കിലോ വാട്ട്. അപ്പോൾ വാട്ടിൽ കിട്ടുന്നതിന് കിലോ വാട്ട് ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കിലോ വാട്ടിൽ കിട്ടും. സോ 18.51 കിലോ ന്യൂട്ടൺ. റൈറ്റ്. അപ്പൊ ഇതില് പവർ കാണാനായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനില്. പവർ തന്നിട്ട് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആയിരുന്നു അൺനോൺ വാല്യൂ. ഇവിടെ പവർ ഇസ് ദ അൺനോൺ വാല്യൂ. അപ്പോ ഇവിടെ എടുക്കേണ്ട ഇക്വേഷൻ T/J is equal to FS/R എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത് അല്ലെ? അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇക്വേഷൻ കിട്ടിയത്. T is equal to π/16 FS into d³ എന്നുള്ള ഈ ഇക്വേഷൻ കിട്ടിയത്. സർക്കുലർ ഷാഫ്റ്റിന്റെ കേസിൽ T is equal to π/16 FS അല്ലെങ്കിൽ സിഗ്മ ഇൻറ്റു d³ എന്ന് കിട്ടിയത്. T/J is equal to സിഗ്മ/R എന്നുള്ളതാണ്. അതിൽ J എന്ന് പറയുന്നതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? രണ്ടിന്റെയും കൂടെ സമ്മാണ് അല്ലെ? IXS പ്ലസ് IYY ആണ്. അതായത് π/64 d⁻⁴ പ്ലസ് π/64 d⁻⁴. π/64 d⁻⁴ പ്ലസ് π/64 d⁻⁴ ആകുമ്പോൾ എന്താവും? 2π/64 ആവും. അതായത് π/32 d³ ആയിട്ട്. ഓക്കെ.
അപ്പോൾ അതിൽ നിന്നാണ് ഈ ടി എടുത്തത്. ഇങ്ങനെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ വന്നു കഴിഞ്ഞാൽ ടോർക്ക് കാണാൻ ചോദിക്കാം. അതേപോലെ ഈ ടോർക്ക് കണ്ടുപിടിച്ചിട്ട് പവർ കാണാനും ചോദിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാറി വരും. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പഠിക്കണം. ടോർഷൻ ഫോർമുലയാണ് ഇതിൽ പഠിക്കേണ്ടത്. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ആർ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ. ചിലപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഒക്കെ തരികയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലം ചോദിക്കാതെ വെച്ചുകൊണ്ട് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് കാണാൻ വേണ്ടി പറയാം. അപ്പോൾ എടുക്കേണ്ടത് ഫോർമുല ജി തീറ്റ ബൈ എൽ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് മൂന്ന് ഈ ഇക്വേഷനിൽ തന്നെ ഇപ്പൊ ടി ബൈ ജെ is equal to sigma by r is equal to g theta by l. അപ്പൊ ഇതിൽ ഏതെടുക്കണം? അപ്പൊ തീറ്റക്ക് തിരയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത് ടി ബൈ ജെ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ എന്നായിരിക്കും. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ് ചോദിച്ചെങ്കിൽ ഇതെടുത്തിട്ടാണ് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഏത് പാർട്ട് എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. പിന്നെ യൂണിറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം. യൂണിറ്റ് സെയിം ആക്കാൻ മറന്നു പോരുത്. ഓരോന്നിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ അല്ല എല്ലാവരും? ശരി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് യൂണിറ്റ് 4 2 പേപ്പറും കൂടി ചെയ്യാനുണ്ട്. പേപ്പറിൽ നമുക്ക് കാണാം. അതിന്റെ മുമ്പ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.